നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അടയ്ക്കലോട്ട് തട്ടാത്ത രീതിയിൽ വേണം. കയറിൽ 2-3 കെട്ടിയിടണം. ഹലോ ഡിയേഴ്സ്, വ്ലോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പയറിൻ്റെ തൈയൊക്കെ വള്ളിയായിട്ടുണ്ട്. അതിന് നമുക്ക് ഇപ്പോൾ കുറച്ച് വളവും ഇട്ട് കൊടുക്കണം. ഈ വള്ളിയൊക്കെ പന്തലിലോട്ട് കയറ്റി വിടുകയും വേണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. നമ്മൾ ഒരു ചാക്കിൻ്റെ കണക്കിന് പറയാനാണെങ്കിൽ ഇതാ ഇത്രയും ചാണാപ്പൊടി വേണം. ഇത് ചാണാപ്പൊടി മാത്രമല്ല, മണ്ണും ചാണാപ്പൊടിയും കൂടെ മിക്സായി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും. ചാണാപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതി. പിന്നെ ഇതാ ഒരു പിടി എല്ലുപൊടി കണ്ടോ, അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും. ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പയറിന് കൊണ്ടിട്ട് കൊടുക്കാം. നമ്മുടെ പയറൊക്കെ നോക്കിക്കേ, വള്ളിയായിട്ടുണ്ട്, നോക്കിയേ കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കെട്ടിക്കൊടുക്കുകയും വേണം, പന്തലിലോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിന് വളവും ഇട്ട് കൊടുക്കാം. ഇതുപോലെ സൈഡിലത്തെ മണ്ണൊക്കെ ഇങ്ങ് നടുക്കോട്ട് കൂട്ടി കൊടുക്കണം. എന്നിട്ട് സൈഡിൽ വേണം വളമിട്ട് കൊടുക്കാൻ. ഇങ്ങനെ സൈഡിലോട്ട് വളവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴായാലും നമ്മൾ വളം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് മൂടത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. ഈ വള്ളി ഉണ്ടല്ലോ, അത് പന്തലിലോട്ട് കയറ്റി വിടണം. ഇതുപോലെ അധികം വണ്ണമില്ലാത്ത പൊക്കമുള്ളൊരു കമ്പെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ വള്ളി എടുത്ത് ഇതുപോലെ ഈ കമ്പിലോട്ടങ്ങ് ചുറ്റി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നീളമുള്ള കമ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയറിൽ 2-3 കെട്ടിയിടണം. ഇങ്ങനെ ചാക്കിൻ്റെ സൈഡിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്കൂടങ്ങ് കോർക്കണം. ഇങ്ങനെ വരണം. കെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഇരുന്നോളും കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് മേലോട്ട് പന്തലിലോട്ടങ്ങ് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് പതിയെ അതെടുത്ത് ആ കയറിലോട്ട് ചുറ്റി കൊടുക്കണം. ഇതിൻ്റെ തണ്ടിനൊട്ടും കനമില്ല, തൊട്ടാലേ ഒടിഞ്ഞു പോകും. അപ്പോൾ പതിയെ ചുറ്റി കൊടുക്കണം. കമ്പിലായാലും ഇതുപോലെ പതിയെ അങ്ങ് ചുറ്റി വെച്ച് കൊടുക്കണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇനി ഇത് പെട്ടെന്ന് അങ്ങ് വളർന്നോളും. ഇനി നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ജൈവ സ്ലറി എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് വളർന്നോളും. ഇനി ഇത് വളരുന്നതനുസരിച്ച് തനിയെ അങ്ങ് ചുറ്റിപ്പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.